തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം. കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തമായ ന്യൂനമർദ്ദമായി മാറി. ഇതിന്റെ സ്വാധീനമാണ് മഴ കനക്കാൻ കാരണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയാണ് ലഭിച്ചത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലായി. തമ്പാനൂർ, കിഴക്കേക്കോട്ട, പഴവങ്ങാടി മേഖലകൾ വെള്ളക്കെട്ടിൽ മുങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഓടയൊക്കെ ശരിയാക്കാത്തത്? ഇതൊന്നും ശരിയാക്കൂല. എത്ര വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കണം, എത്ര കൊല്ലം കൊണ്ട് അവരാരും ഒന്നും ചെയ്യില്ല. അരുവിക്കര, നെയ്യാർ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൊന്മുടി, മങ്കയം, കല്ലാർ, മീൻമുട്ടി എന്നിവിടങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. വേളി പൊഴി മുറിക്കാൻ വൈകിയത് പ്രതിസന്ധി രൂക്ഷമാക്കി. കരാറുകാരുടെ വീഴ്ചയാണ് പൊഴി മുറിക്കാൻ വൈകാൻ കാരണമെന്നാണ് വിശദീകരണം. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഒന്ന് PWD റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി PWD മന്ത്രി നിർദ്ദേശം നൽകി. മലയോര മേഖലകളിൽ മഴയും കാറ്റും ശക്തമായേക്കും. ഇടുക്കിയിൽ കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായി. ശക്തമായ മഴയെ തുടർന്ന് ആലപ്പുഴയിൽ യാത്രാ ദുരിതം രൂക്ഷമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.